ഹലോ, എല്ലാവരും എന്നെ എടുക്കുവാണോ? ഇന്ന് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഭയങ്കര തിരക്കിലൊക്കെ ആയിരിക്കും. ഞാനിവിടെ എനിക്ക് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ രാവിലെ പണിയെല്ലാം ഒതുക്കി ഞാൻ തന്നെ. പിന്നെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളൂ. തുണി അങ്ങോട്ട് ഇടുക, ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് ഇടുക, ഇങ്ങോട്ട് എടുക്കുക, അതേ ഉള്ളൂ. പിന്നെ ചെറുക്കാപ്പിയാണോ സുഖമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ആ സമയം കൊണ്ട് എൻ്റെ പണിയെല്ലാം കുറേ ഒതുക്കി ഞാൻ ഇന്നലെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഞങ്ങൾ ലൈവിൽ വന്നപ്പോഴത്തേന് രാത്രി എല്ലാ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് വന്നു. നല്ല നല്ല കമന്റുകൾ പറഞ്ഞു, ഒരുപാട് സംസാരിച്ചു. അവർക്കെല്ലാം ഞങ്ങൾ ഹായ് കൊടുത്തു, എല്ലാവർക്കും മറുപടി കൊടുത്തു. പക്ഷേ ആരോ ഒന്നോ രണ്ടോ പേര് അവർ ഞങ്ങളെ തെറി പറഞ്ഞു. ഈ അമ്മമാരെയൊക്കെ തെറി, എന്നെ ആണെങ്കിലും ദേവുവിനെയാണെങ്കിലും ഞങ്ങൾ ആരെയായിക്കോട്ടെ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ തെറി പറയുമ്പോൾ അവരുടെ വീട്ടിൽ അമ്മയോ സഹോദരങ്ങളോ ഒന്നും ഇല്ലാത്തവരായിരിക്കും അവരെ, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ വൃത്തിയുടെ ഭാഷയും തെറി അവരെ അങ്ങനെ വിളിക്കുന്നവരായിരിക്കും. ഓർക്കണം, ഈ പ്രത്യേകിച്ച് എന്നെ, ഞാനിപ്പോൾ ഈ 2-3 മാസമായുള്ള വന്നത്, ഇതിനോടകം എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരാരുടെ കൊന്നിട്ട് പേരുണ്ട്. അവന്മാർക്ക് മറുപടി കൊടുത്തില്ലെന്നല്ല, എങ്കിലും ഞങ്ങൾക്ക് ജാടയുണ്ടെന്നും പറഞ്ഞവരുണ്ട്. അത് സാരമില്ല, അത് പോട്ടെ. അതിന് അത് അവർ ചുമ്മാ അവരുടെ കമന്റ് വായിക്കാൻ വേണ്ടി പറയാം. പക്ഷേ ചീത്ത പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എൻ്റെ ചേട്ടനും അതെൻ്റെ ഭർത്താവും മോനും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. പറഞ്ഞവരൊന്ന് ചിന്തിക്കണം. ഈ തിരിച്ച് ഇവരും അതേപോലെ പറയുവാണെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാകത്തില്ലേ? എല്ലാവർക്കും അറിയാം ഇതൊക്കെ പറയാനും എടുക്കാനും ഒക്കെ. പിന്നെ ചേട്ടനും പറഞ്ഞു എന്താ ഇങ്ങനത്തെ ഭാഷ പറയുന്നത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ മറുപടി കൊടുക്കണ്ട, ഇതിനൊക്കെ കൊടുക്കേണ്ടവർ മറുപടി കൊടുത്തോളും, നമുക്ക് ഇതിലാണ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊക്കെ നമുക്കൊരു വിഷമമില്ല. നമ്മളിങ്ങനെ ലൈവിൽ വരുമ്പോഴത്തേനും നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ? എനിക്ക് വിഷമം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. എല്ലാവരും അമ്മയെ അല്ല ചേച്ചി ആൻറ്റി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അതേപോലെ സന്തോഷിച്ച് നമ്മൾ വന്ന സമയത്ത് പെട്ടെന്ന് 2 പേര് അവന്മാർക്ക് പേരിട്ടിട്ടില്ല, അവന്മാരാണേലും അവളുമാരാണേലും ഇതിനുള്ള മറുപടി കിട്ടിയിരിക്കും. അത് അച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അതായത് എന്നെ പോലുള്ള പല അമ്മമാരും ഉണ്ട്, അവർക്കൊക്കെ ഇതുപോലെ വിഷമങ്ങൾ കൊടുക്കരുത് ഒരു മക്കളും കേട്ടോ, അമ്മമാർക്ക്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്ക് സങ്കടമുണ്ട്. ചോറെടുത്തേക്കാം. ഞാനങ്ങ് ചോറെടുത്ത് ദേവുന് കഴിച്ചിട്ട് ഇപ്പോൾ ഉടനെ പോകേണ്ടതാണ്. അതുകൊണ്ട് ചോറ് വിളമ്പി ദേവ് കഴിച്ചിട്ട് പോട്ടെ. രാവിലെ നമ്മൾ സാമ്പാർ വെച്ചായിരുന്നു നമുക്ക് ഇഡ്ഡലിക്ക്. രാവിലെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് കാണണം. നമ്മൾ സാമ്പാറാണ് ഇന്ന് രാവിലെ വെച്ചത്. അതുകൊണ്ട് സാമ്പാർ വെച്ചു. പിന്നെ ഇത് മെഴുക്ക് പുരട്ടി, ബീൻസ് മെഴുക്ക് പുരട്ടി, പിന്നെ മീൻ വറുത്തത്, പിന്നെ അച്ചാർ. താമസമായി ഇതിനകത്ത് നിന്ന് കുപ്പി എടുക്കുക. നാളെ അച്ചാർ വെച്ചു, അത് മതി. പിന്നെ മോരുണ്ട്, മോരിപ്പോൾ ഒഴിക്കണോ? മോര്. ഇന്നതേ നമുക്ക് സാമ്പാറും മെഴുക്ക് പുരട്ടിയും അച്ചാറും ഒരു മീൻ വറുത്തതും വെച്ചിട്ടുണ്ട്, മോരൊഴിച്ചിട്ടുണ്ട്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കറികളും കാര്യങ്ങളും ഒക്കെ പറയാനുള്ള. എനിക്ക് വിഷമം കൊണ്ടാണ് അത്രയും ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും കറിയെല്ലാം കൂട്ടി ചോറുണ്ണ, എല്ലാവരും ഓടി വായോ ചോറുണ്ണ.